പ്രൊഫസർ സ്റ്റാൻലി, മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് കോയമ്പത്തൂർ. കോയമ്പത്തൂരിൻ്റെ മനസ്സ് വർഗീയമാകാൻ അത് നിമിഷങ്ങൾ മതി, നിമിഷാർദ്ധങ്ങൾ മതി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു കൊടും കുറ്റവാളിയുടെ, ഒരു കൊടും ക്രിമിനലിൻ്റെ മയ്യത്ത് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. പോലീസിന് ഇത് തടയാമായിരുന്നു, പോലീസിന് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ ഭാഷയുടെ മയ്യത്തും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക്, അതും 2000-ലധികം പേരുടെ അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്രയ്ക്ക് അനുമതി നൽകിയതിന് പിന്നിലുള്ള ഛേദോവികാരം എന്തായിരിക്കും പ്രൊഫസർ സ്റ്റാൻലി? ഇതിനകത്ത് ഛേദോവികാരം എന്നുള്ള UPA മാഫിയ അന്നുണ്ടായ ഇപ്പോഴത്തെ ഇന്ത്യ അലയൻസ്, അന്നത്തെ UPA മാഫിയാണ് ഈ സ്ഫോടനം അവിടെ സംഘടിപ്പിച്ചത്. കരുണാനിധി ആയിരുന്നു മുഖ്യമന്ത്രി. അവരാണ് ഇത് സംഘടിപ്പിച്ചത്. ഇവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു. ഇപ്പൊ കരുണാനിധിയുടെ മകനാണ് മുഖ്യമന്ത്രി. ആ ഒരു സ്റ്റേറ്റ് ഫ്യൂണറൽ, ശരിക്കും ഒരു സ്റ്റേറ്റ് ഫ്യൂണറൽ, ഒരു മന്ത്രിയൊക്കെ മരിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ് ഫ്യൂണറലാണ് തമിഴ്നാട് ഗവൺമെന്റ് കോൺഗ്രസുകാരെ, കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസുകാര്, DMK-കാര്, LTTE, ജിഹാദി, ഇവാഞ്ചലിസ്റ്റ് തുടങ്ങി സകല ഈ ഇന്ത്യ അലയൻസിലെ സകല ആൾക്കാരും അവിടെ കുമിഞ്ഞുകൂടി ഉള്ള ഇതാണ് നടത്തിയത്. എന്റെ ഓർമ്മ ഈ 1990-ലേക്ക് 88-ലേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം ഞാനൊരു ചെറിയ വ്യത്യാസത്തിന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. എനിക്ക് അന്ന് ശനിയാഴ്ച കോയമ്പത്തൂർ ഒരു കോളേജിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ജോലി ചെയ്തിരുന്നത്, അന്ന് ഞാൻ പ്രൊഫസർ ഒന്നുമല്ല, ജൂനിയർ ലെക്ചറാ. അപ്പോ അന്ന് 28 വയസ്സേ ഉള്ളന്ന്. അപ്പൊ ഞാൻ കോയമ്പത്തൂർ എത്തുമ്പോൾ തന്നെ സമയം രാവിലെ 10 മണിയായി. എറണാകുളത്തിന്, അപ്പൊ ഞാൻ അത് മാറ്റി വെച്ചിട്ട് എറണാകുളത്തിന് ടിക്കറ്റ് എടുത്തു സേലത്ത് നിന്ന്. കോയമ്പത്തൂർ രാവിലെ വന്നപ്പോൾ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ലഗേജ് സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്നു, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ട്രെയിൻ ഒരു 10 മിനിറ്റ് പിടിച്ചിട്ടിട്ട് ട്രെയിൻ വിട്ടിട്ടു. നമ്മൾ വൈകുന്നേരം വീട്ടിൽ ഞാൻ പാലായി വന്ന് TV ഓൺ ചെയ്യുമ്പോൾ കാണുന്നത് കോയമ്പത്തൂർ സ്ഫോടനം നടന്നു എന്നാണ് കാണുന്നത്. ദൈവാനുഗ്രഹം എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഇതിന്റെ രൂക്ഷത, അപ്പൊ ഇതിന്റെ അകത്ത് ആരും അറിയാതെ പെട്ടുപോയപ്പോ, വൈകുന്നേരം ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും പെട്ടുപോയാണ്. കാരണം എനിക്ക് വൈകുന്നേരം 8 മണിക്കാണ് പാലായിക്കുള്ള വണ്ടി അവിടെ നിന്നുള്ളത്, ബസ്സുള്ളത്, ബസ്സിനാണ് വരുന്നതെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പൊ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നില്ല, രക്ഷപ്പെട്ടു. അനേകം നിരപരാധികൾ അവിടെ കൊല്ലപ്പെട്ടു. ഇതിന് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് DMK-ക്ക് ആശിച്ച് മോഹിച്ച് ഭരണം തിരിച്ചു കിട്ടി. ഭരണം അവരെ ജയലളിതയുടെ ഭരണത്തിന് ശേഷം DMK-ക്ക് ഭരണം തിരിച്ചു കിട്ടിയത് കോൺഗ്രസും DMK-യും ജിഹാദിയും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടെ ആഘോഷിച്ച ഒരു ഭാഗമാണ്. പാവപ്പെട്ട ഹിന്ദുവിന്റെ മുതുകത്ത് കയറി പാവപ്പെട്ട ഹിന്ദുവിനെ അടിച്ചമർത്താൻ വേണ്ടി, ഹിന്ദു ബിസിനസ്സുകാരെയും കോയമ്പത്തൂരിനെയും അടിച്ചമർത്താൻ വേണ്ടി UPA മാഫിയ, അന്നത്തെ UPA മാഫിയ നടത്തിയ ഒരു ഗൂഢാലോചന തന്നെയാണ് ഇത്. അതിന്റെ പൊളിറ്റിക്കൽ ഗൂഢാലോചനയൊന്നും പിന്നീട് വന്ന അന്വേഷണത്തിൽ കണ്ടുപിടിക്കാനോ തെളിയിക്കാനോ പറ്റിയില്ല. കൃത്യമായ പൊളിറ്റിക്കൽ പിന്തുണയുണ്ടായിരുന്നു. അന്ന് ഈ ബോംബ് സ്ഫോടനത്തിന് സഹായം ചെയ്ത ആൾക്കാർ ഇച്ചിലൂടെ വളർന്നു, അവർക്ക് വീണ്ടും ഭരണം കിട്ടി. തമിഴ്നാട്ടിലെ ഇന്ത്യ അലയൻസ് ആണ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യ അലയൻസ്. അപ്പൊ അവർ അന്നുള്ള ആ പിന്തുണ, അന്ന് തീവ്രവാദത്തിന്, ജിഹാദി തീവ്രവാദത്തിന് കൊടുത്ത ആ പിന്തുണ ഇന്നും കൊടുക്കുന്നു എന്നാണ്. എനിക്കൊരു ചെറിയ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിനോടുണ്ട്. കാരണം ഒത്തിരി പേര് അവിടെ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ പാലസ്തീന്റെ ബാഗും പിടിച്ചോണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്നലെ മിനിയാന്നായിട്ട് പാലസ്തീന്റെ ബാഗും പിടിച്ച ഒരാൾ ഡൽഹി കൂടെ ചുറ്റി കറങ്ങുന്നുണ്ട്. ആ കക്ഷി കൂടെ ഇന്ന് ശവോടത്തിന് വന്നിട്ടുണ്ടായിരുന്നോ, മയ്യത്ത് നിസ്കാരത്തിന് വന്നിട്ടുണ്ടായിരുന്നോ എന്ന കാര്യമെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് അന്വേഷിക്കണം. കാരണം പുള്ളിക്കാരത്ത് മിക്കവാറും ഇവിടെ പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ എന്താന്ന് ചോദിച്ചാല് ഇന്ത്യയിലെ കോൺഗ്രസിന്റെയും ഇന്ത്യ അലയൻസിന്റെയും നേതാക്കന്മാര് കൃത്യമായിട്ട് ഈ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് ഈ രാജ്യം കത്തിക്കൂ എന്നാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഖാർഗെ ഇന്നലെ പറഞ്ഞത്, രാജ്യം കത്തിക്കൂന്ന്. അപ്പൊ ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആണേലും കോൺഗ്രസ് ആണേലും ജിഹാദി ആണേലും വലിയ ഭീഷണിയും വലിയ അഗ്രഷനും ഒക്കെ കാണിക്കുകയാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും പാർലമെന്റിൽ സപ്പോർട്ട് ചെയ്യുക, സ്ഫോടനം നടത്തി ഹിന്ദു ജനോസൈഡ് നടത്തുന്നവരുടെ ശവോടക്ക് ഗവൺമെന്റ് തന്നെ നടത്തുക, ഇഷ്ടം. പിന്നെ കോടതിയും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല. പരോൾ അനുവദിക്കുന്നതിലും ഇവർക്കെല്ലാം ആശ്വാസം കൊടുക്കുന്നതിലും ഇപ്പൊ ജോസഫ് സാറിന്റെ കൈവെട്ടിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ ജാമ്യമാണ്. ഇഷ്ടം പോലെ ജാമ്യം, ശിക്ഷ കോടതി തന്നെ കമ്മ്യൂട്ട് ചെയ്യുന്നു. ശിക്ഷ അവർ പറയുന്നു കുറച്ചു ദിവസം ജയിലിൽ കിടന്നപ്പോ അവർ നന്നായി എന്ന് കോടതി തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഈ
തീവ്രവാദം നടത്തുന്നവരെയൊക്കെ കാണുമ്പം കോടതിക്കും ജഡ്ജിമാർക്കും ഒക്കെ കണ്ണുനീര് വരുന്നു. എന്തൊക്കെ ദയാലുവാകുകയാണ്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളെയും ഇതിനെ അതിലംഘിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ജിഹാദിനെയും ഭീകരപ്രവർത്തനം നടക്കുന്നവർക്കും കൃത്യമായ പിന്തുണ രാഷ്ട്രീയക്കാരിൽ നിന്നും, ഇന്ത്യ അലയൻസിൽ നിന്നും, പോലീസിൽ നിന്നും, മീഡിയയിൽ നിന്നും, ജുഡീഷ്യറിയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ കാര്യമൊക്കെ കേരളത്തിൽ ജനം ടി വി അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ജനം ടി വി അല്ലാതെ വേറെ ആരെങ്കിലും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ അകത്ത് ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, അവല് മലര് കുന്തിരിക്കം, ഇനിയും സ്ഫോടനങ്ങൾ ആവർത്തിക്കും എന്നുള്ള ഭീഷണിയാണ് ഇന്ത്യ അലയൻസും തമിഴ്നാട് ഗവൺമെന്റും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇനിയും ഇതുപോലത്തെ നിങ്ങൾ ഇഷ്ടം പോലെ പൊട്ടിച്ചോ, ഞങ്ങൾ ജാമ്യം തന്നേക്കാം, ബെയില് തന്നേക്കാം, ഞങ്ങൾ നല്ലപോലെ ശവോടക്ക് നടത്തിയേക്കാം, ആഘോഷമാക്കിയേക്കാം, നിങ്ങൾക്ക് സ്മാരകം പണിയാം എന്നുള്ള രീതിയിലുള്ള ഒരു വളരെ അഹങ്കാരം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എത്തിച്ചേർന്നിരിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് അന്താരാഷ്ട്ര ജിഹാദികൾക്ക് പാർലമെന്റിൽ പിന്തുണ കൊടുക്കുന്നത്. ഈ വയനാട് MP ഒക്കെ ഇവിടെ കോയമ്പത്തൂർ ഇന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒത്തിരി പേര് മുഖം മറിച്ച് അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പമ്പി വന്നിട്ട് കാണും. ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്.